toy. It's my cap. ഓൻ്റെ ക്യാപ്പ് എടുത്ത് ഇട്ടിട്ട് അപ്പൂസേ മമ്മ എടുക്ക ഇതിന് ഇതിലും എടുക്കാൻ പറ്റാണ്ടായി ഒരു വാശിക്കാരി. ഓക്കേ, ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നിതാ ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, റമദാനൊക്കെ ആയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പർച്ചേസിങ് നടത്താം. അതുപോലെ തന്നെ ഇന്ന് അപ്പൂൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് പറയുമ്പോൾ നമ്മളിത് കാണുന്ന ദിവസം, ഇത് ഇന്നലത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പപ്പല്ലേ അവൻ നോക്കാനാ വെല്ലുവിളിക്ക് പോവാ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ അപ്പൂൻ്റെ പേരത്തന്നെ. അപ്പല്ലേ നമ്മളും ലുലുക്ക് പോവാ. അതിന് അപ്പു പോറുണ്ട്. ഹായ് അപ്പു, ഹായ് പറയാ, വീട്ടിലേക്ക് ഹലോ പറയാ, ഹലോ പറയാ, ഹലോ പറയാ, എനിക്ക് പറയാ. ഇനി അപ്പുണ്ടെ എടുക്കാൻ വരാം. ഇനി കഴിഞ്ഞു. അസ്സലാമു അലൈക്കും, ബൈ. ഞങ്ങളെ കാറിലാക്കിയിട്ട് ഇക്ക ഷോപ്പിലേക്ക് ഒന്ന് കയറി ചെയ്താണ് കേട്ടോ. 5 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. കൂടെ നമ്മളെ ഷോപ്പിലുള്ള നമ്മളെ ഫ്രണ്ടും ഓന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനും കൂടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ചിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവറിലേക്ക് അധികം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അപ്പൂൻ്റെ ഓരോ ഇതുള്ളതുകൊണ്ട് നമുക്കതങ്ങനെ അറിയണില്ല ആ സമയത്ത്. എനിക്ക് നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇക്ക ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകും. നമ്മളിപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ടൈം ആകും. അത് ഒരിക്കലും തിരിഞ്ഞു കഴിഞ്ഞാലുള്ളൊരു അവസ്ഥയാണല്ലോ. അങ്ങനെ ഇവനുള്ളതുകൊണ്ട് പിന്നെ അവനാണെങ്കിൽ എവിടെയും തട്ടണം മുട്ടണം ഒന്നും അവനക്കൊരു വിഷയമായിട്ട് ഇല്ല. എനിക്കറിയാം വേദന അറിയാത്തതിനെ കൊണ്ടാണ്. അത് അവന് ഓക്കെ അല്ലാത്തൊരു സമയമാണെങ്കിൽ ചെറിയ കാര്യം മതി. കുട്ടികളുടെ സ്വഭാവം എല്ലാവർക്കും അറിയണമല്ലേ. അങ്ങനെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരക്കുണ്ടാവുമൊന്നും അറിയാൻ പാടില്ല. നമ്മളെ ഇവിടുത്തെ നാട്ടിലില്ലാത്ത ആദ്യത്തെ റമദാനും ഇവിടുത്തെ ആദ്യത്തെ റമദാനും അങ്ങനെയൊക്കെ വേറൊരു നാട്ടിലുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു വർഷമാണ് എന്നെ സംബന്ധിച്ച്. ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു വർഷം അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് എന്ന് പറയുന്നത് അധികം ഗ്രോസറി തന്നെയാണ്. പക്ഷെ ഞാനധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ ഈ സെക്ഷൻ എത്തിയപ്പോൾ എന്നാ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നിരന്നിങ്ങനെ കാണുമ്പോഴേ ഒരു ഭംഗിയല്ലേ, അപ്പം അങ്ങനെ എടുത്തത് തന്നെ. എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ ഷോപ്പിങ്ങിൻ്റെ ഇതിടുമ്പോൾ അതിലിപ്പോൾ പിന്നെ എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നലില്ല. ഞാൻ പറഞ്ഞല്ല, വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്തിട്ട് പോകും. ഇത് നമ്മളെ ചക്കയാണ് കേട്ടോ. ചക്കയുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴേ കണ്ണിങ്ങനെ തള്ളിപ്പോവും. ഞാൻ ഇതുണ്ടെങ്കിലും നാട്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാനാകെ കിളി പോയ അവസ്ഥയിലായിരിക്കും. എനിക്കറിയാം, ഒരിക്കലും നമ്മളൊരു നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാടിനായിട്ട് കമ്പയർ ചെയ്യരുത്, നിൽക്കുന്ന നാട്ടിലത്തെ ഇതിൽ നിൽക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ ചക്കക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവനൊന്ന് അതായത്, പക്ഷേ ചക്ക എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അൽജോവയാണ്. അപ്പോൾ റമദാനിന് ഇതായിട്ട് അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നാലും റമദാനിൽ ഇപ്പം എനിക്ക് എന്നെ കൊണ്ട് ഇറങ്ങാൻ കഴിയില്ല. എല്ലാവരും ചോദിക്കും ഇറങ്ങലില്ലേ പുറത്തേക്ക്. എനിക്കൊരു ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിട്ട് എനിക്ക് തോന്നലുണ്ട്. അപ്പം അപ്പോൾ കുറച്ചും കൂടെ അങ്ങനെ വീട്ടിൽ തന്നെ ഞാനൊരു രാത്രി ആയി കിട്ടുമ്പോഴത്തേനും അനുഭവിക്കുന്ന ടെൻഷൻ, ഈ
ഓരോ സാധനങ്ങൾ ഭംഗിയാക്കി തരിക എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഇതിലാണ് അപ്പോടെ ഇപ്പോഴത്തെ ഒരു യാത്ര. അപ്പോൾ ആനയും വെച്ചിട്ട് പിന്നെ അവരുടെ ഫുഡ് കാര്യങ്ങൾ, വെള്ളം കുടിച്ച് പാൽ കുടിക്കൽ, അത് കുടിച്ചു കഴിഞ്ഞാലുള്ള ബാക്കി കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആകുമ്പോഴേ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് വീട്ടിൽ നിന്നുള്ളൊരു ഇതാണ്. ആദ്യം ഒക്കെ ഇറങ്ങാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ എനിക്ക് തോന്നലില്ല. ഇവരൊക്കെ ആയിട്ട് എല്ലാതും ആക്കി ഒതുക്കി വെച്ചിട്ട് പറഞ്ഞു. പിന്നെ ഇക്കറിയും ഗ്രോസറി ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നിൽക്കണ അവിടെ ഒരു അറബികളുടെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ കിട്ടണമെങ്കിൽ എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരികയും വേണം. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങണതാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും റമദാനിൽ ഞാൻ വരൂല. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ അപ്പൂക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടെയുള്ള ഓനക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതിലങ്ങനെ ഓടിച്ചിട്ട്, അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. റമദാൻ്റെ സീസണും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് അങ്ങനെ ഞാൻ ഈ വഴിയൊന്നും ഞാൻ അധികം വരലില്ല. നേരെ അപ്പുറം പോയിട്ട് തിരിയുമ്പത്തിനും ടൈം ഒരുപാടാവും. പിന്നെ ഞാൻ ടയർഡാവും, അപ്പൂൻ്റെ ടൈമും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫീഡ് ചെയ്യലൊന്നും വല്ലാതെ ഫീഡ് ചെയ്യാനൊന്നും നിൽക്കലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അപ്പൂക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ എടുത്തു, ഞാനത് കാണിക്കാം. പിന്നെ നല്ല ലെങ്ത്തുള്ള ടോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് ട്രൈ ചെയ്യാനെന്നുള്ളൊരു ഇത് പറ്റിയതൊന്നുമില്ല. എന്നാലും കണ്ടതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോന്നു. രസമൊക്കെ ഉണ്ട്. നല്ല ചിലതൊക്കെ ഡ്രസ്സ് കോംബോ ഒക്കെ കാണുമ്പോഴേ അതിൻ്റെ തന്നെ പെയറായിട്ടല്ലെങ്കിലും എന്നാലും അതിൻ്റെ സെറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷർട്ട് അങ്ങനത്തെ ഒക്കെ അധികം സ്കേർട്ടുകളൊക്കെ കണ്ട മാഷാ അല്ലാഹ് നല്ല സ്കേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ ഡെനിമിലൊക്കെ സ്കേർട്ട് നോക്കും. പക്ഷെ അത് ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നാട്ടിലായിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ അധികം ഓൺലൈൻ പർച്ചേസാണ് നടത്തൽ കേട്ടോ. നാട്ടിൽ നിന്ന് വല്ലാതെ അങ്ങനെ ഇപ്പം പിന്നെ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന സെയിം പ്രൊഡക്ട്സുകൾ തന്നെ നാട്ടിലും കിട്ടുന്നുണ്ട്. ഞാനധികം ഷർട്ട് അങ്ങനെയാണ് ഞാൻ യൂസ് ആക്കലുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഈ നൈറ്റ് ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് നല്ല കംഫർട്ട് ഉണ്ട്, ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഫുൾ സ്ലീവ് ആകുമ്പോഴേ ഇതില്ല. എനിക്ക് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മൾ ഫുൾ ടൈം ഓണാണ്. പകല് മക്കളുണ്ട്, രാത്രി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇക്ക വരണമെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചോറ് കൊടുക്കുന്നത് രാവിലെ 4:30-5 മണി ആ സമയത്താണ്. 4:30 കഴിഞ്ഞിട്ടുണ്ട്. ഇക്കപ്പോൾ വന്നിട്ടുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെയൊന്നും അല്ല, എന്നാലും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഈ ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ട് നിൽക്കൽ കഴിയൂല. ഇക്ക വരുന്ന സമയത്തല്ല നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഇതാവുള്ളൂ. അപ്പോൾ എനിക്ക് ഫുൾ സ്ലീവ് എപ്പോഴും അങ്ങോട്ട് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, നല്ലൊരു ഫീല് ഉണ്ട്. അതുപോലെ ഇതൊക്കെ പിന്നെ ഒന്ന് സ്കിന്നി ടൈപ്പാണ്. അങ്ങനെ ഞാൻ മുന്നേ കൂട്ടിയിട്ട് വാങ്ങി വെക്കൽ തന്നെയാണ് കേട്ടോ. ഈ പെരുന്നാളിൻ്റെ ടൈമിൽ നമ്മൾ ആ ടൈമിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാനത് കുറച്ച് മുന്നേ ആയിട്ട് എല്ലാം കരുതി വെക്കലാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ അറിഞ്ഞ് എന്തായിരുന്നാലും നമ്മൾ പെരുന്നാളിന് അതിൻ്റെ മുന്നേ ഇപ്പോൾ ഒരു ഇറക്കം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവന് നാട്ടിൽ പോകുമ്പോൾ ഒരാളെ ഷോർട്ട് വരും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയില്ല, വരും പോലെ വരും. ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഈ സെക്ഷനിൽ നിന്ന് നേരെ നമുക്ക് ഫുഡ് സെക്ഷനിലേക്കും കൂടെ പോകണട്ടോ. ലാസ്റ്റ് അവിടെ നിന്ന് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. കാരണം കേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വലിയ കേക്കുകളൊന്നും എനിക്കിഷ്ടമായത് കണ്ടില്ല. പിന്നെ റമദാനും ഒക്കെ അല്ലേ, അപ്പോൾ നമുക്കത് ഫുള്ള് നമ്മളത് പോവില്ല. പിന്നെ അത്ര നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ടും
അത് മാത്രമല്ല എനിക്കത് എത്ര കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഇവിടെ ഓർഡർ കൊടുത്തിട്ട് ചെയ്യണ പോലെ അല്ലല്ലോ. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയയിൽ നിന്നാകുമ്പോൾ ഈ പിന്നെ എന്താ പറയുക പിസ്താഷ്യോയുടെ ഇതുണ്ടല്ലോ, ദുബായ് ചോക്ലേറ്റ്, ആ ഒരു ഇതിലുള്ള ഇത് കഴിഞ്ഞ തവണ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ കാരണം അത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് പ്ലാന് മാറ്റി. ചെറുത് സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തതാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ആക്കിയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് 2 വർഷത്തോളമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് സുഷി കഴിക്കണം. ഈ ASMR വ്ളോഗ്സും വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ചുക്ക് സുഷി വേണം. അപ്പം ഞാനത് വേണ്ട, അത് നാട്ടിലുള്ള വ്ളോഗേഴ്സ് തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഓലെ കൊണ്ട് നടക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറയണതാണ് കേട്ടോ കാണിക്കണത്. പക്ഷെ നമ്മൾ ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നൈസ് അതൊക്കെ മാറ്റി തന്നിട്ട് നമ്മളെ സഹായിക്കും. ഇപ്പൊ പിന്നെ അങ്ങനെ ഓനക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഓൻ എന്താ ചെയ്യും, കൗണ്ടറിന്റെ അവിടെ നിന്ന് മാറൂല. അവന്റെ സാധനങ്ങൾ ബില്ല് ചെയ്തിട്ടേ ഓനിന്റെ കൂടെ മാറി നിൽക്കുള്ളൂ. ബില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. നിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഓന് ആ ബില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവും. പറ്റിക്കാനൊന്നും സമ്മതിക്കൂല എന്ന് പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. അപ്പൊ സുഷി നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഒരുവിധ സംഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ കൗണ്ടറിൽ നിന്ന് ബില്ല് ചെയ്യുമ്പം അതിന്റെ ബാർകോഡ് ഇല്ലാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും കയറുന്നത് അവന് കാണാറുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുമ്പം കുഴപ്പമില്ല കേട്ടോ, ഒന്നും ഉണ്ടായിട്ടല്ല. സുഷി ഒന്നും ഒരിക്കലും നമ്മളെ കൊണ്ട് കഴിയൂല എന്നാണ് ഒരുവിധം ഇത് വ്ളോഗേഴ്സൊക്കെ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരണില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഈ കുഞ്ഞു കേക്കുകളുണ്ടല്ലോ, അതിലത്തെ ഒരു കേക്ക് എടുത്തിട്ട് പിന്നെ ഈ ചെറിയ സ്വീറ്റ് ഐറ്റംസുകൾ ചെറുത് ഓരോന്നങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ അപ്പൂക്ക് എന്ന് വെച്ചിട്ട്. പിന്നെ ഇതെല്ലാ തവണയും എൻ്റെ കയ്യിൽ കോയിൻസ് ഉണ്ടാവലില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് അറിയും അവനിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ബില്ല് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഫ്രീ ആണല്ലോ. അപ്പോൾ അവൾക്ക് ബില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും. അപ്പം പിന്നെ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കാമെന്ന് കരുതി. എനിക്കും എന്താ അത് സംഭവം എന്ന് അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ വിചാരം അത് കുഞ്ഞു ബോളുകളാണ്. അപ്പുറത്തുള്ള ബോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്യാൻഡിയാന്ന് തോന്നൂല. പിന്നെ മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ക്യാൻഡി ഉണ്ട്. പിന്നെ കുറച്ച് വലിയ ബോളുകളുണ്ട്, അതിൻ്റെ ഉള്ളിലും ക്യാൻഡീസ് ഉണ്ട്, അങ്ങനെയായിട്ട്. അപ്പോൾ അതൊരു മാതിരിയുള്ളൊരു ക്യാൻഡി ടൈപ്പ് ആണ്. അപ്പം അങ്ങനെ ആ ഒരു ഏരിയയിലുള്ള കുറച്ച് ഇങ്ങനത്തെ സ്ഥലത്തുള്ള എല്ലാ ഇതും അവൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 പീസ് അവൻ അതിൽ നിന്ന് ഓരോന്നായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ നോക്കണം, അതിന് എത്ര രൂപയല്ല നോക്കണം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചൂക്ക് അവൻ്റെ ഷോപ്പിംഗ് ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോരുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഏതൊക്കെയാ എടുക്കാവോ എന്നുള്ളത്. ഒന്നും ഉണ്ടായിട്ടല്ല, അവനക്ക് എല്ലാ മിഠായികളൊന്നും പോവില്ല. പല്ലിൻ്റെ അവസ്ഥ കണ്ടിട്ടുള്ളതല്ലേ, അതാണ്. അപ്പോൾ ഇതും അവന് കുറേ തവണ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഒന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ മിഠായി. പിന്നെ അങ്ങനെ അവനെ ട്രൈ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം താത്തൻ്റെ അടുത്ത്, ഇക്കൻ്റെ വൈഫ് ഉണ്ടല്ലോ, മീൻസ് കാക്കുവിൻ്റെ ഇക്കൻ്റെ ഏട്ടൻ്റെ വൈഫ്, അപ്പോൾ ഓരോടുത്ത് ചോദിച്ചിട്ടും ഡൗട്ട് ഒക്കെ ഉള്ളതൊക്കെ ക്ലിയർ ചെയ്തിട്ടൊക്കെ ആട്ടെ ഇറങ്ങുക. ഓരോരു 10 വർഷത്തിലധികമായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ ഇനിയിപ്പോൾ എന്ത് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യമാണെങ്കിലും ഞാൻ താത്തൻ്റെ അടുത്താണ് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഓരോരുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഓരോന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ പൊടികൾ കിച്ചണത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കമ്പനി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട്, എന്നാൽ പിന്നെ നമുക്കൊരു ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ
ഞാൻ എത്തേണ്ട അടുത്ത് മുന്നേ കൂട്ടിയിട്ട് പറഞ്ഞിട്ടും ചോദിച്ചിട്ടൊക്കെ അങ്ങനെ ഇറങ്ങും. ഇനിയിപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരാളടുത്തു നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസിന്, അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നാണ് നമ്മളെ അമ്മേൻ്റെ അടുത്തു നിന്ന് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ ആ കാര്യത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഫുഡാണെങ്കിലും ഡ്രസ്സ് അങ്ങനത്തതൊക്കെ ഉണ്ടല്ലോ, ഉള്ളതിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോവുക, അതായിരിക്കും. എക്സ്പീരിയൻസ് ചെയ്തിട്ട് മുഞ്ചണ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റമളാനിലത്തെ ഒരു ഫീലും കാര്യങ്ങളും ഈ ലൈറ്റ് ആൻഡ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് മാഷാഅല്ലാ ഇന്നത്തെ വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്ന് ശ്രമിക്കൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും റമളാൻ ആശംസകൾ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.